തേനിയിൽ നിന്നും പഴനിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഇന്നലെ നമ്മൾ തേനിയിൽ നിന്നും പോകുന്ന പെരിയകുളവും ബത്തലക്കുണ്ട് എന്ന രണ്ട് ടൗണുകളിൽ കടന്ന് പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. ഈ രണ്ട് ടൗണുകളും കടന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം കഴിയുമ്പോൾ ചെമ്പട്ടി എന്നൊരു സ്ഥലമുണ്ട്. ഈ ചെമ്പട്ടിയിൽ നിന്നും ഇടത്ത് തിരിഞ്ഞാണ് പഴനിയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തേനി ഡിണ്ടിഗൽ റോഡിലാണ്. ഇവിടെ നിന്നും ഈ ചെമ്പട്ടിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ മധുരയ്ക്കും, ഇടത്തോട്ട് തിരിഞ്ഞാൽ പഴനി, ഉടുമ്പൽപേട്ട, പൊള്ളാച്ചി എന്നീ സ്ഥലങ്ങളിലേക്കും ഒക്കെ ഉള്ള വഴികളാണ്. അപ്പോൾ ഞാനീ പോകുന്ന ഈ ബസ് കോയമ്പത്തൂർ വരെ പോകുന്ന ബസ്സാണ്. ഞാൻ തേനി ബസ് സ്റ്റാൻഡിൽ ചെന്ന് പറഞ്ഞാൽ തന്നെ ഇത് കെട്ടി നേരെ ഈ വണ്ടിയിൽ ഏകദേശം ഒരു 3.5 മണിക്കൂറോളം എടുക്കും. പൊള്ളാച്ചിക്ക് 5 മണിക്കൂറോളം കോയമ്പത്തൂർ വരെ ചെന്ന് എടുക്കും. ഏകദേശം 250 കിലോമീറ്റർ ഇവിടെ നിന്നും കോയമ്പത്തൂർക്കുണ്ട്. അതിൽ നിന്നൊരു 30 കിലോമീറ്റർ മാത്രമേ പൊള്ളാച്ചിക്ക് കുറവുള്ളൂ. ഞാൻ പൊള്ളാച്ചിക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടെ നിന്നും നേരെ തൃശ്ശൂർക്ക്, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ വലിയ നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്നും വലിയ വ്യത്യാസമുള്ള കാഴ്ചകളൊന്നുമല്ല. പക്ഷേ കുറച്ചുകൂടി തരിശായിട്ടുള്ള നിലങ്ങളാണ്. ഞാൻ ഇടതുവശത്തേക്ക് മാറി നിന്നപ്പോഴത്തേക്കും തരിശായിട്ടുള്ള നിലങ്ങളാണ്. അവിടെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന മാതിരിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇടയ്ക്ക് വാഴ അതുപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്ഥലമുണ്ട്. ഒക്കെ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. അതിനും ചില സ്ഥലങ്ങളിൽ തരിശ് ഭൂമി ആയിരുന്നിരിക്കും ഒരു പക്ഷേ. അതൊക്കെ നല്ല ലെവൽ ചെയ്ത് കൃത്യമായിട്ട് വിൽപ്പനയ്ക്കായിട്ട് വച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഏതാണ്ട് കേരളം കടന്നു പോകുന്ന വഴികളിലേക്ക് ഉള്ള പോലെയുള്ള കാഴ്ചകളാണ്. പക്ഷേ ഇവർ ഒരിക്കലും കൃഷി എന്നുള്ള അവരുടെ ആ പരമ്പരാഗതമായ തൊഴിലിൽ നിന്നൊരിക്കലും മാറ്റം വലിയ കാര്യമായിട്ട് വരുത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. കൃത്യമായിട്ടും അവർക്കറിയാം അവരുടെ എന്തൊക്കെ എങ്ങനെയുള്ള വികസനങ്ങൾ വന്നാലും അവരുടെ വരുമാനത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം ലഭിക്കുന്നത് കൃഷിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ആ കൃഷിസ്ഥലങ്ങളെ കാര്യമായിട്ട് ബാധിക്കാത്ത തരത്തിലാണ് അവരുടെ വികസന പ്രവർത്തനങ്ങൾ അധികവും പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നതും നടപ്പിലാക്കുന്നു. റോഡിൻ്റെ സൈഡിൽ കുറേ ഭാഗങ്ങളൊക്കെ ഒരു പക്ഷേ തരിച്ചായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ നല്ല സുലഭമായിട്ടുള്ള കൃഷിസ്ഥലങ്ങളുടെ ഒക്കെ കാഴ്ചകളാണ്. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോഴത്തേക്കും ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് തെങ്ങ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. എണ്ണിയാൽ ഒടുങ്ങില്ലാത്ത രീതിയിലുള്ള നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ അവിടുത്തെ ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിലേതുപോലത്തെ വലിയ അസുഖങ്ങളൊന്നും ബാധിക്കാത്ത തരത്തിലുള്ള തെങ്ങിൻ തോപ്പുകളാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ നാനാവിധമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് വളരെ മനോഹരമാണ് നമ്മുടെ തമിഴ്നാട്ടിലൂടെയുള്ള ഈ യാത്ര. ഇപ്പോൾ നേരത്തെയൊക്കെ ഒരു പക്ഷേ നമ്മളെ മുഷിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ഒരു പരിധിവരെ
ദാരിദ്ര്യത്തിൻ്റെയൊക്കെ കാഴ്ചകളായിരുന്നു ചില തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും, ഞാൻ പല പ്രാവശ്യം പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനം എന്ന് തന്നെ പറയാം. നമ്മളങ്ങനെ ചെമ്പട്ടി എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇടതുവശത്തേക്ക് ആണ് നമ്മുടെ ബസ്. ഇടതുവശത്തേക്കുള്ള തിരുവെടുത്ത് പഴനി റൂട്ടിലേക്ക് കയറിയിരിക്കുന്നു. നേരെ പോവുകയാണെങ്കിൽ ഡിണ്ടിഗലും വലത്തോട്ട് മധുരയുമാണ്. ശരിക്കും ഡിണ്ടിഗൽ എന്നുള്ള ആ ടൗൺ തൊടാതെ തന്നെ നമുക്കിപ്പോൾ ഏകദേശം 30-35 കിലോമീറ്റർ അകലെ വച്ച് ഡിണ്ടിഗലിനെ നമ്മൾ എടുത്ത് തിരിഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ മിക്കവാറും തമിഴ്നാട്ടിലെ എല്ലാ ടൗണുകൾക്കും ബൈപ്പാസ് ഒക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് ഈ സമയത്ത് കാണാനുണ്ട്. കാരണം അവർക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ബൈപ്പാസ് പ്രത്യേകിച്ച് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ അധീനയിൽ തന്നെയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബൈപ്പാസുകൾ പണിയുന്നതിനും റോഡുകൾ പണിയുന്നതിനും അവർക്ക് വലിയ കൂടുതലായിട്ടുള്ള ചിലവുകൾ വരുന്നില്ല. വളരെ കുറച്ച് സ്ഥലം മാത്രം ഏറ്റെടുത്താൽ മതി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 4 വരി പാതയിലൂടെയാണ്. നേരത്തെ ഇത് 2 വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ലാസ്റ്റ് ഏകദേശം പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ടാവും ഈ വഴിക്ക് യാത്ര ചെയ്തിട്ട്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. കോവിഡ് ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്ന് 4 വരി പാതകൾ, അതുപോലെ നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഒരു പക്ഷേ വയലേലകളായിരുന്നിരിക്കാം, കൃഷി സ്ഥലങ്ങളായിരുന്നിരിക്കാം. ഒരു പക്ഷേ കുറേയൊക്കെ അവർ നികത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള വേണ്ട സ്ഥലങ്ങൾ കൃത്യമായിട്ട് അവർ ബാക്കി വയ്ക്കുന്നുണ്ട്. അവരവിടെ കൃത്യമായിട്ടുള്ള കൃഷി ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾ അടക്കമുള്ളവർക്ക് ശരിക്കും പച്ചക്കറികളുടെയും ഒക്കെ ആവശ്യങ്ങൾ നടന്നു പോകുന്നത് അതുകൊണ്ടാണ്. ഇവിടുത്തെ തെങ്ങിൻതോപ്പുകൾ എന്ന് വെച്ചാൽ വളരെ മനോഹരമാണ്. നമുക്ക് എന്തോരം കണ്ടിരുന്നാലും മതിയാവില്ലാത്ത തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ പഴനി റൂട്ടിലാണെങ്കിലും കാണുന്നത്. എണ്ണിയാൽ ഒടുങ്ങില്ലാത്ത അത്രയും തെങ്ങുകളാണ് ഒരു തെങ്ങിൻതോപ്പിൽ നിൽക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം കണ്ട് പഴനി എത്തുന്നതും കാത്ത് ഞാനിങ്ങനെ ഇരിക്കും.